കോട്ടയം രാമപുരത്ത് അവിടെ മെഡിക്കൽ റെപ്പുമാർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വാഹനം ഓടിച്ച വെളൂർ സ്വദേശി രഞ്ജിത്ത്, വാഹന ഉടമ ഐമന സ്വദേശി ജോ ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ കാറിൽ നിന്നും കഞ്ചാവ് ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുലെ, പറയാം വിവരങ്ങൾ. ഈ ഒരു അപകടം സംഭവിച്ചത് മെഡിക്കൽ റെപ്പ് സംഘങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് അതിലുണ്ടായിരുന്ന ഒരു യുവതി മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കാർ ഉടമ, അതോടൊപ്പം തന്നെ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി, ഡ്രൈവർ എന്നിവരെ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. വാഹനം ഓടിച്ചിരുന്നത് വേളൂർ സ്വദേശി രഞ്ജിത്താണ്. ഇയാൾ മദ്യപിച്ചായിരുന്നു വാഹനം ഓടിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം വാഹന ഉടമ ഐമനം സ്വദേശി ജോ ജോസഫിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം ഈ വാഹനത്തിനുള്ളിൽ നിന്ന് കഞ്ചാവ് ലഹരി പദാർത്ഥം കൂടി കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹന ഉടമയെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ്, വാഹനത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലും അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോഴുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി പോലീസിന് ബോധ്യമായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെയും രാമപുരം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി തുടർ നടപടികൾ ഇന്ന് സ്വീകരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവർ എവിടെ നിന്ന് വരികയായിരുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ കഞ്ചാവ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായിട്ട് മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇവരുടെ ആരോഗ്യ പരിശോധന നടപടികളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർപ്പൂക്കര സ്വദേശിയായിട്ടുള്ള യുവതിക്കായിരുന്നു ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായത്. പെട്ടെന്ന് തന്നെ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും പെട്ടെന്ന് വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടെയായിരുന്നു ഈ ഒരു നിയന്ത്രണം തെറ്റി വാഹനം അപകടത്തിൽപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഈ അപകടത്തിൽ മറ്റൊരു യുവതിക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിപ്പോഴും ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ബാക്കിയുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടികൾ ഇന്ന് നടത്തുമെന്നാണ് രാമപുരം പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി ഗോകുൽ.